നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഭക്ഷ്യയോഗ്യമായ നിരവധി തരത്തിലുള്ള ചീരകൾ ഉണ്ട്. ചുവന്ന ചീര, പച്ചച്ചീര, അകത്തിച്ചീര, സൗഹൃദ ചീര, മുള്ളൻ ചീര തുടങ്ങിയവ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സൗഹൃദ ചീരയെക്കുറിച്ചാണ്. മറ്റു ചീരകളെ പോലെ തന്നെ സൗഹൃദ ചീരയും നിരവധി വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെയും കലവറ തന്നെയാണ്. നിക്ടാഞ്ചിനേസി ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പിസോണിയ ആൽബ എന്നതാണ്. ആയുർവേദത്തിൽ ഇതിനെ ശാഖാവർഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 4 തൊട്ട് 7 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതൊരു നിത്യഹരിത സസ്യമാണ്. ഇതിൻ്റെ ഇലകൾ ഏകദേശം 10 തൊട്ട് 12 സെൻറ്റിമീറ്ററോളം നീളത്തിൽ മൃദുവായ ഇലയാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ ഇലയുടെ അഗ്രം കൂർത്തതാണ്. ഇതിൻ്റെ തണ്ട് മൃദുവാണ്. ഭാരം കുറഞ്ഞ ബോട്ടുകൾ, വേലി തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് ഇതിൻ്റെ തണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ പൂക്കൾ വളരെ ചെറുതും വെളുത്ത നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ ഫലം 2 സെൻറ്റിമീറ്ററോളം നീളം വരുന്നതും രോമാവൃതവുമാണ്. ഇതിൻ്റെ ഫലത്തിൽ ചെറിയൊരു പശയുണ്ട്. അത് ചെറിയ സൂക്ഷ്മജീവികളെല്ലാം വന്നിരിക്കുമ്പോൾ അതിൽ പെടാറുണ്ട്. നല്ല സൂര്യപ്രകാശവും ധാരാളം വെള്ളവും ഈ സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഇലകൾ മഞ്ഞ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇളം പച്ച നിറത്തിലുള്ള ഇതിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമാണ്. കറികൾ ഉണ്ടാക്കുന്നതിനായി ഇത് ഉപയോഗിക്കാറുണ്ട്. നിരവധി ഔഷധ മൂല്യങ്ങൾ അടങ്ങിയതാണ് ഇതിൻ്റെ ഇല. ഇതിൻ്റെ പ്രധാന ഔഷധയോഗ്യ ഭാഗം തന്നെ ഇലയാണ്. മെത്തനോളിക് എക്സ്ട്രാക്ട്, പിസോണിനോൾ 1, പിസോണിനോൾ 2 തുടങ്ങിയ രാസഘടകങ്ങളെല്ലാം ഇതിൻ്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. സന്ധിഗതവാദം, രക്തവാദം, മനോരോഗമായ ആങ്സൈറ്റി ഡിസോർഡേഴ്സ് തുടങ്ങിയ അസുഖങ്ങളിൽ ഇതിൻ്റെ ഇല പാകം ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതിൻ്റെ ഇലകൾ വയറിളക്കത്തിന് ഉത്തമമായൊരു ഔഷധമാണ്. നീര്, വ്രണം തുടങ്ങിയ അവസ്ഥയിൽ ഇതിൻ്റെ ഇല ചതച്ചിട്ടോ ചൂടാക്കിയോ പുറമേ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശമനം ലഭിക്കുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. സൗഹൃദ ചീര ഒരു പച്ചക്കറിയിലോട്ട് നമ്മൾ ഭക്ഷണത്തിന് കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അതിന് നല്ല ഔഷധ ഗുണമുണ്ട്. പ്രത്യേകിച്ചും അതിൻ്റെ ഈ ഇല ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വൃക്ക രോഗത്തിന്, കിഡ്നിയിലേക്ക്, ഈ അലർജി സംബന്ധമായി ഉണ്ടാകുന്ന ഈ കിഡ്നിക്ക് ഉള്ള ഈ ഒരു അസുഖത്തിന് ഇത് നല്ല ഔഷധമായിട്ട് കൊടുക്കുക. അതിൻ്റെ നീരെടുത്തിട്ട് തേൻ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ധാരാളം ഉപയോഗിക്കുന്ന ഈ രക്തവാതം വന്ന് നീര് വന്ന കണ്ടീഷനിൽ ഇതിൻ്റെ ഇല അരച്ച് ലേപനാക്കിയിടാം. പിന്നെ ഈ പൊട്ടാത്ത ഈ കുരുക്കൾ ഇത് ഈ വെണ്ണയിൽ ചാലിച്ചിട്ട് ലേപനം ചെയ്ത് കഴിഞ്ഞാൽ കുരു പൊട്ടിയിട്ട് അത് ശുദ്ധിയാവും പ്രത്യേകം.